കർത്താവിന്റെ നാമത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവിൽ ആശ്രയിച്ച് എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരുന്ന ബൈബിൾ ക്ലാസിന്റെ ഭാഗമായി ഇന്നും നമുക്കൊരുമിച്ച് തിരുവചന പഠനത്തിന് കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വവും സ്തുതിയും കരയറ്റുകയാണ്. ഇത്രയും ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കർത്താവിൽ ആശ്രയിച്ച് നാം പഠിച്ചത്. ഇനിയും അതിൻ്റെ ഭാഗങ്ങൾ പല പല അധ്യായങ്ങളോടുള്ള ബന്ധത്തിൽ എക്സജറ്റിക്കൽ സ്റ്റഡി കർത്താവ് അനുവദിച്ചാൽ നാം നടത്തും. എന്നാൽ ആ 1-ാം അധ്യായം കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു വിഷയം പഠിപ്പിക്കണം എന്ന ചിന്ത ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഒരു വിഷയം ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് പരിശുദ്ധാത്മ നിറവ് എന്ന വിഷയമാണ്. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ നിറവ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇനിയും ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില ആഴ്ചകളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിലാണ് തുടർന്നുള്ള ആഴ്ചകളിൽ പരിശുദ്ധാത്മ നിറവ് എന്ന വിഷയത്തെ കാര്യമായിട്ട് നാം പഠിക്കാൻ പോകുന്നത്. 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. 1-ാമത്തെ തിരുവചനം മുതൽ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എന്നിട്ട് പറയുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു, ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ നിന്നുമാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചത് എന്ന് ഈ തിരുവചനം വായിച്ചാൽ വ്യക്തമാണ്. നാം പലപ്പോഴും അഭിഷേകം, അന്യഭാഷ എന്നീ കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായി ചർച്ച ചെയ്യുന്നത്. എന്നാൽ ആത്മനിറവിനെ കുറിച്ചോ, ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടായാൽ ആ ആത്മനിറവിന്റെ ഭാഗമായി ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നു, അതുകൊണ്ട് ആത്മസംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിത രീതി ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയുണ്ട്, അതുകൊണ്ടെല്ലാമായി എന്ന് ധരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആത്മികമായി സമ്പന്നരായി എന്ന നിലയിൽ ചിന്തിക്കാൻ സാധ്യത ഈ നിറവിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ഉണ്ട്. ഈ വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇവിടെ ഉണ്ടായ ഈ അനുഭവത്തിൽ പരിശുദ്ധാത്മ നിറവിന്റെ ഭാഗമായിട്ട് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവവചനത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ അനുഭവങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവകളെല്ലാം ചേർത്ത് പഠിക്കുന്ന ഒരു പഠനമായിട്ടാണ് ഈ പരിശുദ്ധാത്മാവ് നിറവ് എന്ന് പറയുന്ന ഈ വിഷയത്തെ ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നാം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറവിനെ നൽകുന്നു. ആ നിറവ് തുടർച്ചയായി ഉണ്ടാകുന്ന അനുഭവമായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ആളുകൾ കൂടിയിരുന്നു. അവർ ആത്മനിർഭ പ്രാപിച്ചവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. ഇതേ ആളുകളിൽ ചിലര് വീണ്ടും ഇതേ അനുഭവത്തിലൂടെ പോയതായിട്ട് തിരുവചനം സാക്ഷീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരനുഭവമായിട്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവ ജനങ്ങളുടെ ഇടയിൽ ഇത് തുടർച്ചയായിട്ടുണ്ടായ ഒരനുഭവമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമാക്കി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതാണ് വിശുദ്ധ തിരുവചനം പറയുന്നത്. അച്ചടക്കത്തോടു കൂടിയുള്ള ആത്മിക ജീവിതവും വിശുദ്ധിയോടുകൂടിയുള്ള ജീവിതം, ഇതൊക്കെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങൾ, കൃപാവരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ദൈവവചനം പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതം ജീവിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ളതുപോലെയോ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലോ സ്വാർത്ഥ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകളുടെയൊക്കെ നിയന്ത്രണത്താൽ ജീവിച്ചു പോകുന്ന ഒരു ജീവിതത്തിന് ഈ പറയുന്ന നിറവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ഫലങ്ങൾ ഉള്ള ജീവിതം നയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:30 പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതുപോലെ തന്നെ കെടുത്തിക്കളയരുത് എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം അതാണ്. അങ്ങനെ ചെയ്താൽ നിറയ്ക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കുകയും നാം പ്രയോജനരഹിതരാകുകയും ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് നാം പഠിച്ചവരാണ്. അവിടെ ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, അവരുടെ ജീവിതത്തിൻ്റെ ഗുണസവിശേഷത, അവകളെ എടുത്തു കാണിക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിച്ച ചില സാദൃശ്യങ്ങൾ, അത് ഉപ്പ്, വെളിച്ചം, നല്ല പ്രവൃത്തി എന്നിവയായിരുന്നു. എന്നാൽ ആ ഭാഗങ്ങൾ പറയുമ്പോൾ പ്രയോജനരഹിതരാകാനുള്ള കാരണം കൂടെ അവിടെയുണ്ട്. അത് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തോന്നുകൊണ്ട് രസം വരുത്താമെന്ന. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പിന്നെയോ അതിനെ പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നത് അല്ല. അപ്പൊ അവിടെ തന്നെ കർത്താവ് പറയാണ്, കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി ആക്കി വെച്ചിരിക്കുന്ന ദൈവജനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചന അടിസ്ഥാനത്തിൽ ഒരു മാന്യതയുള്ളവരായിട്ടും ആ തിരുവചനത്തിന്റെ ഉപദേശപ്രകാരം ജീവിതത്തിന്റെ ധാർമ്മികതയെയും വിശുദ്ധിയെയും സംരക്ഷിച്ച് ജീവിക്കേണ്ടവരുമാണ്. അങ്ങനെ ജീവിക്കാതെ പോയാൽ അവർ പ്രയോജനരഹിതരാകാം. അതുകൊണ്ടാണ് പറഞ്ഞത്, കാരമില്ലാതെ പോയാൽ പിന്നീട് അതിനെ ഒന്നിനും കൊള്ളിക്കത്തില്ല, പുറത്ത് കളയാനല്ലാതെ നിവൃത്തി ഇല്ല. അതുകൊണ്ടാണ്
സഭകൾക്ക് ദൂതെഴുതുമ്പോഴും കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, മടങ്ങി വരണം, മടങ്ങി വരണം എന്ന് പറയുന്നു. മടങ്ങി വന്നില്ല എങ്കിൽ അവരൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നിലനിർത്തി ജീവിക്കാൻ പറ്റിയ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അവിവേകം കൊണ്ടോ സ്വാർത്ഥതകൾ കൊണ്ടോ ജീവിതത്തിലേക്ക് കയറി വരുന്ന തിരിഹിതമില്ലാത്ത കാര്യങ്ങളോടുള്ള സഖ്യത നിമിത്തമോ ഇതിൽ നിന്ന് അകന്നു മാറി പ്രയോജനരഹിതരായി മാറാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുകൂടി ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ വിശദമായ പഠനത്തിലേക്ക് നാം പോകുകയാണ്. അതിൻ്റെ ഭാഗമായി നാം ആദ്യം പഠിക്കുന്നത് പരിശുദ്ധാത്മ നിറവിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു. ആ വിളിയുടെ പിന്നിൽ ദൈവ ഉദ്ദേശമുണ്ട്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഉദ്ദേശമുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ചു, ഉദ്ദേശമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഉദ്ദേശമുണ്ട്. അപ്പൊ ഉദ്ദേശമില്ലാതെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നേരം പോക്കിന് ദൈവം സൃഷ്ടിച്ചതല്ല, മനുഷ്യരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചതാണ്. ദൈവം തൻ്റെ ഉദ്ദേശത്താൽ മനുഷ്യരെ സൃഷ്ടിക്കുകയും ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായി മനുഷ്യരെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഉദ്ദേശത്തിൽ നിന്നൊക്കെ മനുഷ്യൻ അകന്നു മാറുകയോ ആ ഉദ്ദേശത്തെ പൂർണ്ണമായും ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യന്റെ ജീവിതത്തെ കൊടുക്കാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണത ഫലങ്ങൾ തിരുവചനം പറയുന്നത് പോലെ പലപ്പോഴും പല രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് വരാറ് ഉണ്ട്. അപ്പോൾ പരിശുദ്ധാത്മ നിറവിന്റെ ഉദ്ദേശങ്ങൾ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിന്നാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം പഠിച്ചപ്പോൾ കാര്യമായി നമ്മൾ പഠിച്ചു. മരുഭൂമിയിൽ പ്രസംഗിച്ചപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നു, പ്രസംഗം കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ കരക്കീഴിൽ സ്നാനപ്പെടും. അത് കണ്ട യെരുശലേമിൽ പാർക്കുന്ന അല്ലെങ്കിൽ മത പ്രമാണിമാരായ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവർ, ആളുകളുടെ മേൽ ദുർഭീതി പരത്തി ആ ഭീതിയെ കാര്യമായി ഉപയോഗിച്ച് ജീവിച്ച ഈ ആളുകൾ യോഹന്നാനെ, യേശുവിന്റെ കാലത്തുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ അടുക്കലേക്ക് ആളിനെ അയച്ചതുമൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആ എക്സജീറ്റിക്കൽ സ്റ്റഡിയിൽ നമ്മൾ കാര്യമായി പഠിച്ചതാണ്. എന്നാൽ ഈ യോഹന്നാൻ സ്നാപകന്റെ ജനന വിധത്തെക്കുറിച്ചും ആ ജനനത്തിൽ ദൈവം ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത് കാത്തിരുന്ന് പ്രാപിച്ചതൊന്നുമല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ നിറവ് കൊണ്ട് നിറഞ്ഞ ആളാണ് യോഹന്നാൻ സ്നാപകൻ. അത് ദൈവം വെറുതെ അങ്ങ് കൊടുത്തതല്ല. ഇവിടെ അഭിഷേകവും അന്യഭാഷയും അതിൻ്റെ ഭാഗമായിട്ട് ശരിയായ രീതിയിലും അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്.
ആ ഉദ്ദേശമാണോ ഈ ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പലപ്പോഴും കഴിയാതെയും പോവുകയാണ്. അപ്പൊ ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവ് യോഹന്നാൻ സ്നാപകന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊടുത്തത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. വെറുതെ അങ്ങ് കൊടുത്തതൊന്നുമല്ല. പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുക്കുവാൻ ദൈവം ആത്മനിർവ്വ നൽകി അദ്ദേഹം അതിനായി ജനിച്ചിരിക്കുകയാണ്. നമ്മൾ പഠിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചപ്പോൾ വന്നവര് യോഹന്നാനോട് ചോദിക്കുന്നു, നീ ക്രിസ്തുവാണോ? യോഹന്നാൻ പറയുന്നു, അല്ല. നീ ഏലിയാവാണോ? അല്ല. ആ പ്രവാചകനാണോ? അല്ല. അങ്ങനെ ചോദിച്ചു, പലരെ കുറിച്ചും ചോദിച്ചു. അവരൊന്നുമല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ യോഹന്നാന്റെ അധികാരത്തെ കുറിച്ച് ചോദിക്കുന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ആ സമയത്ത് യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ ആരാണ്? യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന ആ വചനമുണ്ടല്ലോ, ആ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആളാണ് താൻ എന്ന് ഈ വന്നവരോട് വ്യക്തമായി പറയുകയാണ്. അതാണ് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഉദ്ദേശവും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അല്ലെങ്കിൽ ആ നിറഞ്ഞ അനുഭവത്തിന്റെ ഉദ്ദേശവും ഈ തിരുവചന പ്രകാരം യോഹന്നാൻ സ്നാപകൻ ഭൂമിയിൽ ജീവിച്ച തിരുവചനത്തിന്റെ ആവശ്യം നിവർത്തീകരിക്കാൻ. നമുക്കൊക്കെ അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, അതിൽ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ദൈവം എന്തിനാണ് നൽകിയിരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇത് നാം ഒന്ന് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ. കേവലം ചില അധരചർവണങ്ങളിലോ കേവലം ചില അവകാശവാദങ്ങളിലോ മാത്രം ഇതിനെയൊക്കെ ഒതുക്കി നിർത്തി അതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നവരായിട്ട് മാറാതെ ദൈവം എന്തിനു വേണ്ടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് ആ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബലം ഈ അഭിഷേകത്തിലൂടെയും നിറവിലൂടെയും ഒക്കെ ഏറ്റെടുക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങൾ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഒക്കെ എടുത്ത് പഠിച്ചാൽ ഓരോരുത്തരുടെ ജനനം ഓരോ മിഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഏലിയാവ് ജനിച്ചു, എലീശ ജനിച്ചു, അത് കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരെ നോക്കൂ, അവരൊക്കെ ജനിച്ചു. അവർക്കൊക്കെ ദൈവം കൊടുത്ത മിഷൻ ഉണ്ടായി. ആ ദൗത്യം ചെയ്യുന്നതിനായി ദൈവം അവരെ നിറച്ചു, ദൈവം അവരെ ശക്തീകരിച്ചു, ദൈവം അവർക്ക് അതിന് വേണ്ടതായ കരുത്ത് കൊടുത്തു. ആ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം എന്തു പറഞ്ഞോ അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരുന്ന ശക്തിയെയും കൃപാവരങ്ങളെയും അവർ ഉപയോഗിച്ചത്. അവര് ഒരിക്കലും അതിനെ അവരുടെ കാര്യസാധ്യത്തിനോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനോ ധനസമാഹരണത്തിനു വേണ്ടിയോ ദുർവിനിയോഗം ചെയ്തവർ അല്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കാര്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് യോഹന്നാൻ സ്നാപകന് ഒരു മിഷൻ ദൈവം കൊടുത്തു. ആ മിഷൻ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ നിറവ് കൊണ്ട് നിറച്ചു. അദ്ദേഹത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് പ്രവാചക ദൗത്യവുമായി കർത്താവിനെ പാതയൊരുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. അതിന് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അദ്ദേഹമാണോ മശീഹി? അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയും അതിന്റെ പ്രത്യേകതയും ഒക്കെ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒരു വാക്ക് പറയുന്നു. അവിടെ അദ്ദേഹം പറയുകയാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല. അപ്പോൾ ഈ നിറവും ഈ അഭിഷേകവും ഒക്കെ നമ്മെ ബലപ്പെടുത്തുന്നതും നമുക്ക് അതിൽ മുഖാന്തരം ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനവും ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തിൽ നിലനിന്ന് ചെയ്യുന്നതിന് ബലവും ഉണ്ടാകുകയാണ് ഇതുവഴിയൊക്കെ നമുക്കുണ്ടാകുന്നത്. അതല്ലാതെ കുറച്ച് സൂപ്പർമാന്മാരായ കുറെ പ്രകടനങ്ങളിലും പ്രഹസനങ്ങളിലും
ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ പ്രവണതകളിലൂടെയും പോകുന്നതിന് വേണ്ടിയല്ല ഈ അഭിഷേകം അല്ലെങ്കിൽ ഈ നിറവ് ദൈവം നമുക്ക് നൽകിയത്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന് പിന്നിലെ പ്രധാന ഉദ്ദേശം നാം നല്ല മനുഷ്യരായി അനേകരെ സഹായിക്കുകയും അനേകർക്ക് ആശ്വാസമുള്ള ജീവിതം, സമാധാനം നൽകുന്ന ജീവിതം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ, ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന മിഷനെ വിജയകരമായി ക്രിസ്തീയ മഹത്വത്തിനായി, ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ചെയ്യുന്നതിനാണ് നിറവ്. യോഹന്നാൻ സ്നാപകന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ നിറവിൽ നിറഞ്ഞു. ലക്ഷ്യം കർത്താവിനെ പാതയൊരുക്കുന്നു, കർത്താവിനെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, കർത്താവ് ആരാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം അതിനുവേണ്ടി മാത്രമാണ് വന്നത് എന്ന തിരിച്ചറിവ് പ്രാപിച്ച് അതിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആ വിഷൻ അത് വിജയകരമായി ചെയ്തു തീർക്കുകയും ചെയ്യുവാൻ ഈ നിറവ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ നിറവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചാണ്. ദൈവം അതിനായി സഹായിക്കട്ടെ. നല്ല പിതാവേ, അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ കൃപ തരണമേ. ഈ നിറവിന്റെ ഉദ്ദേശം അനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ജീവിക്കാൻ കൃപ തന്നാട്ട് യേശുവിൻ നാമത്തിൽ. ആമേൻ.